ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ്. ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റു, കുളിച്ചു, വിളക്കൊക്കെ വെച്ചു, കുറിയൊക്കെ തൊട്ട് നേരെ അടുക്കളയിലേക്ക്. ഇന്ന് രാവിലെ അപ്പമൊന്നും ഉണ്ടാക്കില്ല. ചെറുപയർ പുഴുങ്ങിയതോ കടല പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. ശ്രീകൃഷ്ണ ജയന്തി, ശിവരാത്രി അങ്ങനെയെല്ലാം ഉള്ള ദിവസങ്ങളിൽ രാവിലെ അപ്പവും കറിയൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ചെറുപയർ പുഴുങ്ങി. അപ്പോൾ മോൻ ചെറുപയർ തിന്നാത്തതും കൊണ്ട് ഓന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും ഉപ്പുമാവും ചെറുപയറും പിന്നെ കുറച്ച് പഴം ഉണ്ടായിന്, അതിലും കൂട്ടി രാവിലെ ചായ കുടിച്ചു. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമാണ് ശ്രീകൃഷ്ണ വേഷം കെട്ടണമെന്നുള്ളത്. അതുകൊണ്ട് വേഗം ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് 2 മണിയാകുമ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ചായ കുടിച്ചപ്പാടെ അടുക്കളയിൽ കയറി ചോറ് അടുപ്പത്ത് വെച്ചു. പിന്നെ വറവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരും കയ്പക്കയും കൂട്ടിയിട്ട് മാങ്ങയെല്ലാം ചേർത്തിട്ട് വറവുണ്ടാക്കി. പിന്നെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കഷ്ണങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇല്ല സാധനങ്ങൾ വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കി. പരിപ്പ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഉള്ളി എല്ലാം കൂട്ടിയിട്ട് വറുത്തരച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കി. നല്ല സൂപ്പർ സാമ്പാറായിരുന്നു കേട്ടോ. പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ സാമ്പാറാക്കി കഴിഞ്ഞ് പിന്നെ കക്കരിക്ക പച്ചടി ഉണ്ടാക്കി, പിന്നെ അവൽ പായസം ഉണ്ടാക്കി, പിന്നെ പപ്പടം കാച്ചി. എല്ലാം കൂടി 1 മണിയാകുമ്പോഴത്തേക്ക് പണിയെല്ലാം തീർത്ത് കറക്റ്റ് 1 മണിയാകുമ്പോൾ നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കി. സാമ്പാർ, അച്ചാർ, കക്കരിക്ക പച്ചടി, കയ്പക്കയും ചക്കക്കുരും കൂട്ടി തോരൻ വെച്ചു, പപ്പടം, ചോറ്, പായസം എല്ലായി ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കി. കറക്റ്റ് 1 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചപ്പാടെ തന്നെ പിള്ളേരെ കൃഷ്ണവേഷം കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ക്ലബിലേക്ക് പോയി. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും പിള്ളേരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിന്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയാലേ കുഞ്ഞൂട്ടനെ കൊണ്ടുപോയി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുത്തി. കുഞ്ഞൂട്ടന് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുഞ്ഞാപ്പൂന് കൃഷ്ണവേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള മോനാണ്. ഓൻ നമ്മ പോകുമ്പോഴത്തേക്ക് കൃഷ്ണവേഷമെല്ലാം ഇട്ടിട്ടുണ്ടായിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. കുഞ്ഞൂട്ടിൻ്റെ കഴിഞ്ഞപ്പാടെ കുഞ്ഞാപ്പൂന് മേക്കപ്പെല്ലാം ഇട്ട് കൊടുത്തു. മേക്കപ്പ് ചെയ്യുന്നതും കുറി വരച്ചു കൊടുക്കുന്നതെല്ലാം എല്ലാം വേണ്ടി 2 പേരുണ്ടായിന്. നമ്മൾ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഇവർ റെഡിയാക്കുന്ന സമയത്ത് ഞാൻ പിന്നെ 2 പിള്ളേരവിടെ റെഡിയാകുന്നുണ്ടായിന്. വാനർ പിടിക്കുന്ന 2 പിള്ളേർ റെഡിയാകുന്നുണ്ടായിന്. അപ്പോൾ അവരെ റെഡിയാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇവർ ഡ്രസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മളെ 2 കൃഷ്ണന്മാരെ കാണുന്നില്ല. പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അതിലേ കൂടിയിട്ട് 2 ആളും നടന്നിട്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ടായി 2 ആളെയും കൃഷ്ണ വേഷത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഒരാളുടെ പേര് ധ്യാൻ കൃഷ്ണ, ഒരാളുടെ പേര് ഋതുകൃഷ്ണ എന്നാണ്. ഈ ചെറുത് ഋതുകൃഷ്ണ, വലുത് ധ്യാൻ കൃഷ്ണ. അങ്ങനെ അവരെ പുറത്ത് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നേരത്തെ പോകുമ്പോൾ സെറ്റ് സാരി ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ശോഭായാത്രയ്ക്ക് പോകുമ്പോൾ സെറ്റ് സാരി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്ന് സെറ്റ് മുണ്ടെല്ലാം എടുത്ത് പൗഡറെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ സത്യേട്ടനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. എനിക്കിത് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് സത്യേട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. അങ്ങനെ പൗഡറെല്ലാം ഇട്ടു. കമ്മലും മാലയെല്ലാം ഇടുന്ന വീഡിയോസെല്ലാം സത്യേട്ടനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ റെഡിയായി കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഫോട്ടോയിലെടുത്തു. എടുത്തു. എങ്ങനെയുണ്ട് സെറ്റ് മുണ്ടിൽ? കൊള്ളാമോ? എനിക്ക് സെറ്റ് മുണ്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി അറിയില്ല, എന്നാലും ഉടുത്തു. സത്യേട്ടൻ്റെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ പിള്ളേരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിന്. നമ്മൾ വരുന്ന സമയത്ത് അവരവിടെ റോഡിലെല്ലാം ഓടണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ പിള്ളേരെ ഫോട്ടോയിലെടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. ശോഭയാത്ര പുറപ്പെടുന്നത് നമ്മൾ മേക്കപ്പ് ചെയ്ത ക്ലബിൻ്റെ അടുത്ത് തന്നെയുള്ള ദേവസ്ഥാനത്ത് നിന്നാണ്. നമ്മൾ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരുടെ ദേവസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിന്. കുറേ ആളെല്ലാം ഉണ്ടായിന്. ഇത് പിള്ളേരെ കുനിത്ത ഭജനയാണ്. നല്ല രസം ഇത് കാണാൻ വേണ്ടി. നല്ല പാട്ടെല്ലാം വെച്ചിട്ട് ചെറിയ പിള്ളേർ കളിക്കുന്നതാണ്. കുനിത്ത ഭജന കഴിഞ്ഞ് പിന്നെ പിള്ളേരെല്ലാം ആദരിക്കുന്ന ചടങ്ങെല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ശോഭായാത്ര പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാകുന്നുണ്ട്. മുത്തുക്കുടയിലെടുത്ത്
എല്ലാവരുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്. നല്ല ആളുണ്ടായിന്. ഈ ശോഭായാത്ര ഇനി ഇവിടുന്ന് ബന്തെടുക്കത്തേക്കാണ് പോകേണ്ടത്. ബന്തെടുക്ക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് പോവല്. ഇതുപോലെ 6-7 സ്ഥലത്തുനിന്ന് ശോഭയാത്രയായിട്ട് ബന്തെടുക്കത്തേക്ക് വരും. ബന്തെടുക്ക ടൗണിലേക്ക്. ആടുന്ന് പിന്നെ മഹാശോഭയാത്രയായിട്ട് അമ്പലത്തിലേക്ക് പോവലാണ് ഉണ്ടാവല്. പല തരത്തിലുള്ള കാഴ്ചകളിലുണ്ടാവും. കാണാൻ നല്ല രസമാണ്. ഈയന്തല ദേവസ്ഥാനത്ത് പഞ്ചുരുളി തെയ്യം ഉണ്ടാവലുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നേ പിന്നെയാണ് ആദ്യമായിട്ട് പഞ്ചുരുളി തെയ്യത്തിന് കാണുന്നത്. പിന്നെ ഗുളികൻ തെയ്യം, വിഷ്ണുമൂർത്തി, അങ്ങനെ കുറേ തെയ്യമുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത കുറേ തെയ്യം ഈയന്തല ദേവസ്ഥാനത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. 4:30 ആയപ്പം ഇവിടെ നിന്ന് ശോഭയാത്ര പുറപ്പെട്ടു. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നടന്നിട്ട് പോകാൻ വേണ്ടി നല്ല രസമാണ്. നല്ല കൃഷ്ണൻ്റെ പാട്ടും എല്ലാം കേട്ടോണ്ട് റോഡ് സൈഡിലെല്ലാം ഇഷ്ടംപോലെ ആളുണ്ടാവും ശോഭായാത്ര നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ക്യാമറമാൻ സത്യേട്ടനാണ് കേട്ടോ. ഞാൻ പിന്നെ മുത്തുക്കൊടയൊന്നും എടുത്തില്ല. പിന്നെ ചെറിയ മോൻ മുമ്പിൽ കൃഷ്ണവേഷം കൊണ്ട് മുമ്പിലുണ്ട്. ഞാൻ ബാക്കിൽ നിന്നു. മുമ്പിൽ നിന്ന് കഴിഞ്ഞെങ്കിൽ എന്നെക്കൊണ്ട് തട്ടാനാക്കും. കഴിഞ്ഞ വർഷം ഞാൻ ഈയന്തലം മുതൽ ബന്തെടുക്ക വരെ തട്ടിയിട്ട് നടന്നു. അതുകൊണ്ട് ഈ വർഷം ഞാൻ എന്താ പറഞ്ഞാൽ ബാക്കിൽ പോയിട്ട് നിന്നു. അതുകൊണ്ട് ഏട്ടൻ്റെ അനിയനും കുഴപ്പമുണ്ടായിട്ടില്ല. അവർ നല്ല വകയിൽ നടന്നിട്ട് പോയി. അപ്പോൾ ഇതുപോലെ പോകുന്ന വഴിയെല്ലാം കുനിത്ത ഭജനയെല്ലാം കളിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഘോഷയാത്ര പോകുന്ന സമയത്ത് ഇതുപോലെ അണ്ണുക്കായൊരു വീട്ടിൻ്റെ മുമ്പിലെല്ലാം ഇതുപോലെ വെക്കും. അങ്ങനെ നമ്മൾ ബന്തെടുക്കത്തേക്ക് എത്തി. നമ്മൾ ബന്തെടുക്കത്തേക്ക് എത്തുമ്പോഴത്തേക്കും 2-3 സ്ഥലത്തു നിന്നുള്ള ശോഭയാത്ര എത്തിയിട്ടുണ്ടായിന്. നമ്മളും എത്തി. അപ്പോൾ ഇതൊക്കെ പലതരത്തിലുള്ള കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഒറിജിനൽ ആനേനെ വെല്ലുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആന. നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇത് ഒറിജിനൽ ആനയെന്നേ പറയൂ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇത്. പലതരത്തിലുള്ള വേഷങ്ങളിലും ഉണ്ടായിന്. ഇനിയും 2-3 സ്ഥലത്തുനിന്ന് വരാനുണ്ട് അത്രേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈയന്തല ദേവസ്ഥാനത്ത് നിന്നും 4:30 ആയപ്പം ശോഭയാത്ര പുറപ്പെട്ടു. ബന്തെടുക്ക ടൗണിലെത്തിയപ്പം 6 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എത്തി. അപ്പോഴത്തേക്കും 2-3 സൈഡിൽ നിന്ന് ശോഭയാത്ര എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി 2-3 സൈഡിൽ നിന്ന് എത്താൻ ബാക്കിയുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഭയങ്കര ആളാണ്. നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇവിടെ 4 മണിയാകുമ്പോഴേ വന്നിട്ട് നിൽക്കും കാണാൻ വേണ്ടിയിട്ട്. എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കൃഷ്ണൻ്റെ ഉറിയടി അങ്ങനത്തെ കുറേയൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ കൺമുമ്പിൽ ഇല്ലത് മാത്രം വീഡിയോ എടുത്തത്. ഭയങ്കര ആളായിരുന്നു. നല്ല രസമായിരുന്നു. ഏത് നോക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനായി നമുക്ക്. അത്രയ്ക്ക് നല്ല രസമുണ്ടായി. കുറേ കുഞ്ഞി കൃഷ്ണന്മാരും പുലിക്കളികളും കുനിത്ത ഭജന ടീമും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടും DJ സോങ്സ് എല്ലാം ഉണ്ടായി. അപ്പോഴത്തേക്കും കുറച്ച് ഇരുട്ടാവാൻ വേണ്ടി തുടങ്ങി. എല്ലാവരും ഇപ്പം എല്ലാ ഭാഗത്തു നിന്നും ശോഭായാത്ര എത്തിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇനി എല്ലാം ഒരുമിച്ച് എത്തിക്കഴിഞ്ഞാൽ മഹാശോഭായാത്രയായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു തിക്കിലും തിരക്കിലെല്ലാം ചെറിയ മോനെ അലമ്പാക്കുമെന്ന് ചോദിച്ചു. പക്ഷേ ഓന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര സന്തോഷത്തിലുണ്ടായി. ഓൻ്റെ കൂടെ പഠിച്ച ഓൻ്റെ ഫ്രണ്ടും കൂടി കൃഷ്ണവേഷം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പം നമ്മളിങ്ങനെ പല രീതിയിലെ അഭ്യാസ പ്രകടനങ്ങളും നോക്കുന്നത്. എല്ലാം കാണാൻ വേണ്ടി നല്ല രസമാണ്. ശോഭായാത്ര അമ്പലത്തിലെത്തുമ്പോൾ 8 മണിയായിന്. 2 മണിയാകുമ്പോഴേ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടതല്ലേ. ഇപ്പോൾ സമയം ഇത്രയായിട്ടും വിശപ്പും ദാഹമൊന്നും അറിയുന്നില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. പിള്ളേരൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല പിള്ളേർക്കൊന്നും. ഇനി ഇവിടുന്ന് നമ്മൾ അമ്പലത്തിലെത്തിയിട്ടാകുമ്പോൾ അമ്പലത്തിൽ ഉപ്പുമാവും കാപ്പിയെല്ലാം ഉണ്ട്. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രാ വിശേഷങ്ങൾ.
ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയത്. കുറച്ച് തിരക്കുണ്ടായിന്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.